Guess the object part 2. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിലത്തെ ഒബ്ജക്റ്റ് എടുക്കുകയാണ്. എൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. എൻ്റെ ഒബ്ജക്റ്റ് ദിസ് വൺ. ഫസ്റ്റ് അങ്ങനെ ചോദിക്കട്ടെ. ഓക്കെ. എൻ്റെ കൈമൽ എന്താ? എൻ്റെ കൈമൽ ഉള്ളത് ഒരു ലിപ് ബാമാണ്. യെസ്. നിന്റെ കയ്യിലുള്ളത് എന്താ? എൻ്റെ കയ്യിലുള്ളത് ഒരു ലിപ് ബാമാണ്. ഓക്കെ. എൻ്റെ ഏത് ലിപ് ബാമാണുള്ളത്? ഇന്ത്യയിൽ ഇതിൻ്റെ കമ്പനീൻ്റെ പേര് ലിപ് ബാമിൻ്റെ കമ്പനിയുടെ പേരുണ്ടാവും. ഇല്ല, ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഇതിന് വേറെ എന്തൊക്കെ ഉള്ളത്. എൻ്റെ ലിപ് ബാമിൻ്റെ കളർ എന്താ? എൻ്റെത് ഇത് ഞാനൊരു പുതിയ വാങ്ങിയ ലിപ് ബാമാണ്. മീൻസ് ഇതൊരു പാത്രത്തിലാണുള്ളത്. പാത്രത്തിലുള്ളൊരു സ്ക്രബ് പോലത്തെ ലിപ് ബാമാണ്. ഓക്കെ. എൻ്റെ ലിപ് ബാമിൻ്റെ കളർ ഏതാ? എൻ്റെ ലിപ് ബാമിൻ്റെ കളറ് എന്താ, ഉള്ളിലാണോ പ്ലാസ്റ്റിക് കവറിലാണോ? പ്ലാസ്റ്റിക് കവർ. പ്ലാസ്റ്റിക് കവറിലത് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് ആ ഷെയ്ഡാണ്. ഒരു പിങ്കിൽ വരുന്ന ഷെയ്ഡാണ്. ഓക്കെ. എൻ്റെ ലിപ് ബാമിൻ്റെ മേലെ കുറച്ച് റൈറ്റിങ്സ് ഉണ്ടോ? ഉണ്ടല്ലോ. റൈറ്റിങ്സ് ഒന്ന് വായിക്കും. എൻ്റെ കമ്പനിയുടെ പേര് വായിക്കണം. കമ്പനിയുടെ പേര് പെർഫ്രൂട്ട് എന്നാണ്. ഇത് ലിപ് ബാം ലാവിഷ്യൻ ആണ്. പിന്നെ ഇതിൽ സ്ക്രബ്ബറാണ്. പിന്നെ ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ PKG കൊടുത്തിക്കണ്, MTRലും കൊടുത്തിക്കണ്, ഒക്കെ കൊടുത്തിക്കണ്. ഇനി എന്താ വേണ്ടിയ? ഓക്കെ. അടുത്ത ഇങ്ങോട്ട് വെച്ചോ. അണ്ടിയിലുള്ളത് ലിപ് ബാം ആണല്ലോ. ആണ്. ആ ലിപ് ബാമിൻ്റെ ടോപ്പ് ഒന്ന് തുറക്ക്. തുറന്ന് പൂട്ടി. ഓക്കെ. എൻ്റെ കയ്യിലുള്ള ലിപ് ബാം സ്ക്രബ്ബറില്ലേ, ആ സ്ക്രബ് ഒന്ന് ലിപ്പിലിട്ടൊന്ന് സ്ക്രബ് ചെയ്യും. ഓക്കെ. 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 ഞാൻ എന്നോടല്ലേ? എൻ്റെ മാസിന് ലിപ് ബാം ആണല്ലോ. മാസിന് ലിപ് ബാം ആണ്. മാസിൻ്റെ അല്ല, ഇതിന് കമ്പനി ഇല്ല. ഇതിന്റെ പേര് ഞാൻ വേണമെങ്കിൽ വായിക്കുമ്പോൾ എഴുതിയത് ലിപ് കളർ ബാം എന്നതിലുള്ളത്. ഓക്കെ. അതൊന്നുമില്ലേ ഈ ഹൈറ്റിനൊന്നും താഴ്ത്തി കിട്ടാ. ഓക്കെ. ഒന്നും കൂടി. ഓക്കെ. ഇനി എന്നോട് ചോദിച്ചോ. ഇനി എന്നോടും കൂടി ചോദിച്ചെങ്കിൽ കഴിഞ്ഞാൽ. ഓക്കെ. ആൻഡ് ലിപ് ബാമിൻ്റെ ഇൻസൈഡിലുള്ള കളർ ഏതാ? ഇൻസൈഡോ? ലിപ് ബാമിൻ്റെ കളർ എന്താ? പാക്കറ്റിൻ്റെ അല്ല, ഉള്ളിലുള്ള. അല്ല, ആ ക്വസ്റ്റ്യൻ വേണ്ട. അതും ഇങ്ങനെ മുട്ട് ഇവിടെ എവിടെ? ഈ മേശമേല്. അത് ചില്ലാണ്. ചില്ലല്ല. ചില്ലാണോ ചോദിച്ചാൽ ചില്ലാണ്, പ്ലാസ്റ്റിക് ആണോ ചോദിച്ചാൽ പ്ലാസ്റ്റിക് ആണ്. അങ്ങനത്തെ ടൈപ്പ് ഇല്ലേ? ഓക്കെ. അങ്ങനെ നമുക്ക് ലൈവ് ഓർ ട്രൂത്ത് പറയാം. പറയാം. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയണത് ഈ പറയുന്നത് ലൈ ആണെന്നാണ്. ഞാൻ പറയുന്നത് റിൻഷ പറയുന്ന ലൈ ആണ്. ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. ഒരു മാച്ച് ഇല്ലാത്ത സാധനം ഗൈസ് കൊണ്ടേക്കുന്നത്. പിന്നെ ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം ഇത് പിന്നെ ഞാൻ വിചാരിച്ചു തുറന്ന് കഴിക്കുമ്പോഴൊക്കെ ലിപ് ബാമിന്റെ ഇതുപോലെ വരുന്നു. ഇത് ലിപ് ബാം ഇങ്ങനെയാണോ പറയാ? ഇവിടെ ഇത് ഇങ്ങനെ ഞാൻ ലിപ് ബാം എന്ന് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ തുറന്നപ്പോ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. തോന്നി. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇത് സെക്കൻഡ് റൗണ്ട് ആണ്. അപ്പൊ എന്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ എന്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ് ഇതാണ്. ഓക്കെ. എൻ്റെ കയ്യിലുള്ള എന്താ? എന്റെ കയ്യിലുള്ള ഒരു ഗുളികയാണ്. എൻ്റെ കയ്യിലുള്ള ഒരു സ്പാനറാണ്. സ്പാനർ എന്താ? എങ്ങനെ അത്ര എന്തൊരു സാധനമാണ്? സ്പാനറാണോ സ്ക്രൂ ഡ്രൈവറാണോ?
സ്പാനറോ? ആ ഓക്കെ അതൊക്കെ ഓക്കെ. എൻ്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ് എന്താ? ഒരു പറഞ്ഞില്ലേ ഇത് ഗുളിക. ആ ഓക്കെ ഓക്കെ. നിന്നോട് വെച്ചോ. അതിനെ ചോദിച്ച് നീ എന്നോടാ ചോദിക്കണ്ടേ? ക്വസ്റ്റ്യനാ? ആ എൻ്റെ കയ്യിലുള്ള ആ ഗുളിക ഒന്നിങ്ങനെ കുലുക്ക്. കുലിക്ക ആ കുലിക്ക്. ഓക്കെ. നിന്നോട് വെച്ചോ. എൻ്റെ കൈമ്പിൽ എന്തെന്ന് പറഞ്ഞേ? ആ സ്പാനർ ഇല്ലേ? ആ സ്പാനർ എടുത്തിട്ട് ടാബിൾ അടിച്ച ഓക്കെ ചോദിച്ചോ. എൻ്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ് എന്താ? ഇതന്നെ ചോദിക്കണേ. ഇത് പൊട്ടിക്ക്. അല്ല പൊട്ടിക്കണോ? നിർബന്ധാ? നിർബന്ധം. വേണ്ടാത്താണ് എനിക്ക്. പൊളിക്കാൻ പോണേ. ഓക്കെ പൊട്ടിച്ച്. ഓക്കെ. നിന്നോട് വെച്ചോ. എൻ്റെ കൈമുള്ളത് എന്താണ് പറഞ്ഞത്? ആ സ്പാനർ അല്ലേ? ആ സ്പാനർ കൊണ്ട് ഇതിൻ്റെ മുകളിൽ അടിച്ച നല്ല സ്ട്രോങ്ങിൽ അടിക്കുക. ഓക്കെ ചോദിച്ചോ. എൻ്റെ കയ്യിൽ ഉള്ളത് മറ്റേ ഗുളിക. ആ ഗുളിക ഒന്നിങ്ങനെ ഇവിടെ താഴെ മാക്സിമം മുട്ട്. ഏത് ഗുളികൻ്റെ ഇതാണോ ബോക്സ് ആണോ അതോ ഈ ഗുളിക? ഗുളിക ഒന്ന് ബോക്സ് ഒന്ന്. ഗുളിക ഒന്ന് ബോക്സ് ഒന്ന്. എവിടെ ഇട്ടേ? മാക്സിമം. മാക്സിമല. ആ ഓക്കെ ഓക്കെ. നിന്നോട് ഫൈനലി ക്വസ്റ്റ്യൻ ചോദിച്ചോ. എൻ്റെ ഉള്ളത് സ്പാനർ അല്ലേ? യെസ്. സ്പാനർ ഒന്ന് ഈ ഒരു ഹൈറ്റിലില്ലേ? ആ താഴ്ത്തിയിട് ഒറ്റ. ഓക്കെ. ഞാൻ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. ആൻഡ് ഗുളിക. ഗുളികന്റെ എന്ത് ഗുളികാണത്? ഇത് പാരസെറ്റമോളാണ്. ഓക്കെ. ഓക്കെ പ്രിൻസ പറയുന്നത് ലൈയാണ്. ആദ്യം പറയുന്നത് ലൈയാണ്. നമുക്ക് കാണാം. 3, 2, 1 സ്റ്റാർട്ട്. എൻ്റെ ട്രൂത്താണ്. മോളെ സ്പാനർ ഇത് സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ ഡ്രൈവറാണ്. സ്പാനറല്ല. സ്ക്രൂ ഡ്രൈവറാണ്. അല്ല ഞാൻ ചോദിച്ച സ്ക്രൂ ഡ്രൈവറാണോ സ്പാനറാണോ നീ? ഓക്കെ ഗൈസ്, പ്രിൻസ ജയിച്ചു. എനിക്ക് ഒരു 2 മാർക്ക് ആയിട്ടുണ്ട്. അതിലേക്ക് 1 മാർക്ക്. തേർഡ് റൗണ്ടാണിത്. ഞാൻ തേർഡ് റൗണ്ടിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് ഇതാണ്. ഞാൻ എൻ്റെ തേർഡ് റൗണ്ടിൽ എടുക്കുന്ന ഒബ്ജക്റ്റ് ഇതാണ്. ഓക്കെ. ഓക്കെ എൻ്റെ കൈമേൽ എന്താ? എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്ലഷാണ്. ബ്ലഷ്. ബ്ലഷോ? ഓക്കെ. എൻ്റെ കയ്യിലുള്ള എന്താ? എൻ്റെ കൈമേലുള്ളത് ഒരു മേക്കപ്പ് ബ്രഷാണ്. ഓക്കെ. ഓക്കെ ചോദിച്ചു. ഓക്കെ. എൻ്റെ ഫസ്റ്റ് ഇതിനോട് ലൈക്കില്ലേ എൻ്റെ കൈമേൽ എന്തെങ്കിലും പറഞ്ഞ ബ്ലഷ്. ബ്ലഷ്. ആ ബ്ലഷ് ഒന്ന് ഈ ഒരു ചെറിയ ഹൈറ്റ് ഒന്നും ഇല്ലേ കഴുത്ത് കിട്ടാ. ഒന്നുകൂടി ഒന്നുകൂടി. ഓക്കെ. എൻ്റെ ആ ഇതുണ്ടല്ലോ അന്നവിടെ മുട്ട്. എവിടെ? മാക്സിമല്. മേശമല. ഏത് ഭാഗം? അതിൻ്റെ ബ്രഷല്ല ആ സാധനം. ഓക്കെ മതി. ഓക്കെ. എൻ്റെ ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ആണോ? ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ആണ്. അതിൽ ഇൻസൈറ്റ് എന്നോട് വേറെ എന്താ എഴുതിയത്? ബ്ലഷ്. അല്ലേ? ഒന്ന് പറയും. സ്പെല്ലിംഗ് ഒന്ന് പറയും. ബ്ലഷ്. സ്പെല്ലിംഗ് പറയും.
രണ്ടാമത്തെ ചോദ്യമാണ് എൻ്റെ. ഇത് പറയ്, ഡൗട്ട് ആയിട്ടില്ല പറയ്. BLUSHER. ഉണ്ട്. ഓക്കെ, വായിച്ചോ. എൻ്റെ കയ്യിലുള്ള ഇതുണ്ടല്ലോ, എന്തിനാണ് കയ്യിലുള്ള സാധനം മറന്നുപോയി. പക്ഷെ ഇങ്ങനെ ഈ ഒരു ഹൈറ്റിൽ താഴ്ത്തിട്ട് ഈ ഒരു ഹൈറ്റിൽ. ഓ, അത്ര വെച്ചാൽ ഈ കാണും. കണ്ണുകൂട്ടാ. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ. എന്നോടല്ലേ? അല്ല, ഇനി ലാസ്റ്റ് അന്നോടിക്ക് ചോദിക്കണോ? എൻ്റെ ബ്ലഷിൻ്റെ ഷെയ്ഡ് നമ്പർ എത്ര? ഷെയ്ഡ് നമ്പർ 50. 50 ഷെയ്ഡോ? ഓക്കെ, ഷെയ്ഡ് നമ്പർ 50 ആയിരിക്കില്ല, ചിലപ്പോൾ 5 ആയിരിക്കും. എല്ലാം 50. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാം. ഞാൻ ഈ പറയുന്നതില്ലേ ട്രൂത്താണെന്ന്. ഈ പറയുന്നത് ലൈ ആണ്. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ ജയിച്ചു. എനിക്ക് 2 മാർക്കും കൂടി കിട്ടി. അപ്പൊ എനിക്ക് എത്ര മാർക്കായി? 4 മാർക്കാണ് ഗൈസ്. എനിക്ക് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. നമ്മളെ 4th റൗണ്ടാണ്, ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ റൗണ്ടിന് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ്. ഓക്കെ ഓക്കെ. എൻ്റെ കയ്യിൽ എന്താണ്? ഇത് കയ്യിലുള്ളത് പെർഫ്യൂമാണ്. ഓക്കെ, നിന്നോട് വെച്ചോ. എൻ്റെ കയ്യിലുള്ളത് എന്താണ്? എൻ്റെ കയ്യിലുള്ളത് ഒരു മോത്ത് തേക്കുന്ന സാധനമാണ്. മോത്ത് തേക്കുന്ന സാധനം? മോത്ത് തേക്കുന്ന സാധനം. ഓക്കെ, വെച്ചോ. അടുത്ത എൻ്റെ എന്തിനു എൻ്റെ ഒരു പെർഫ്യൂം. ആ പെർഫ്യൂം ഒന്നിങ്ങനെ ഏത് ബ്രാൻഡാണെന്നൊന്നും വേണ്ട. അല്ല, ഞാൻ ഫസ്റ്റത്തെ ചോദിക്കാൻ മതി. എൻ്റെ അങ്ങനെ ഒരു 5 അടി അടിക്കും. കൈമലോ? സ്മെല്ല് വരൂ. അടിക്ക്. സ്മെല്ല് ഒന്നും മനസ്സിലാവില്ല, അതൊന്നും പറ്റില്ല. ഇല്ല, ചോദ്യമാണ് അമ്മ ചെയ്യണം. ആയിക്കോട്ടെ. എവിടെ അടിക്കണ്ടേ? കൈമൽ അടിക്കൂല, ഞാൻ വേണമെങ്കിൽ ഷാളിൽ അടിക്കാം. ഇങ്ങനെ 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 ഒരു 3 അടി ഞാൻ കൂടെ നിൽക്കാം. 1, 2, 3 അടിച്ച്. അടിച്ച്. ഓക്കെ, 3 പ്രാവശ്യം അടിച്ച്. ഓക്കെ, എൻ്റെ എന്ത് മോത്ത് തേക്കണോ? എൻ്റെ ഗ്ലൂട്ടാത്തൈറിൻ്റെ എന്തോ തേക്കണം. ഗ്ലൂട്ടാത്തൈരോ? ഗ്ലൂട്ടാ അത് അടിക്കി. കേട്ടോ, സ്പെല്ലിംഗ് അറിഞ്ഞോ? കുഴപ്പമില്ല. മതി. ഓക്കെ, എന്ന് ചോദിച്ചോ. നിൻ്റെത് ഞാൻ ആദ്യം തന്നെ പറയാം. എൻ്റെ പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് എന്താ അറിയോ? ഒരു ലേഡി അങ്ങനെ എന്തോ. ഓക്കെ, അത് ഈ അടിച്ചെന്നല്ലേ പറഞ്ഞേ? ഞാൻ അടിച്ചെത്ര മറ്റേ പറഞ്ഞു അടിച്ച. ഓക്കെ, അതിൻ്റെ ആ പെർഫ്യൂം അങ്ങനെ താഴെ മുട്ട്. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, ഇനി അടുത്ത് എന്നോട് വെച്ചാൽ അതിൻ്റെ ഗ്ലൂട്ടാഹിൻ്റെ മോയ്സ്ചറൈസർ ഇല്ലേ, അതിനൊരു കുറച്ച് പിക്ചറോ കുറേ കോഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വായിക്കും. കളറല്ല, കോഡ്സ് റിഫ്രഷിങ്. നല്ല വായിക്കും. ആൻഡ് ക്ലെൻസിങ് ആയിരിക്കും. സോറി. ആൻഡ് മോയ്സ്ചറൈസിങ് യുവർ സ്കിൻ. അത് എന്തിന്റെ ബ്രാൻഡാണെന്നുണ്ടാവല്ലോ. ബ്രാൻഡ് ഗ്ലൂട്ടാന്ന് പറഞ്ഞാൽ സാധ്യത പേരാണ്. ബ്രാൻഡ് ഗ്ലൂട്ടാന്ന് മേലെ ഒരു ഓറഞ്ച് കളർ പാക്കറ്റിന്റെ മേലെ ഒരു ഹെഡിങ് ആണല്ലോ ഗ്ലൂട്ട. അതിന്റെ അടിയിൽ തന്നെ ഒരു ഇതുണ്ടാവും, വേറൊരു പേരുണ്ടാവും.
ഇതിന്റെ അടിയിൽ വേറെ ഒന്നുമില്ല, പിന്നൊക്കെ കോഡ്സ് ആണ്. ആയിക്കോട്ടെ, നിന്നെ ചോദിച്ചു. ലാസ്റ്റ് ആണ്. എന്റെ കയ്യിലുള്ള ആ സ്പ്രേ ഒന്ന് ഈ ഒരു ഹൈറ്റിൽ താഴെ ഇടാം. ഈ ഹൈറ്റിലോ? ഇത് പൊട്ടു. ഇതെന്താ? ഹൈറ്റിലിടാം. ഒറ്റ കൂടി ഇങ്ങിടൂല, പൊട്ടു. ഓക്കെ, എന്നോട് ലാസ്റ്റ് ചോദിച്ചോ. കഴിഞ്ഞില്ലേ? എന്നാ പറഞ്ഞോ. ഞാൻ പറഞ്ഞത് ഈ പറയുന്നതില്ലേ ലൈയാണെന്ന്. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ട്രൂത്താണ്. ഓക്കെ, 3, 2, 2, 1 സ്റ്റാർട്ട്. ഇത് ലേഡീൻ്റെ അല്ല, ഇത് വേറെ. അങ്ങനില്ല, ഞാൻ അതാണ് എന്ത് പറഞ്ഞത്. പെർഫ്യൂം ആണെങ്കിൽ അങ്ങനെ കറക്റ്റ് ആവും. ഓക്കെ, സിമ്പിളിന്റെ അപ്പൊ എനിക്കൊരു വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മളെ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതുവരെയുള്ള മാർക്കും ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഓരോ റൗണ്ടിലും വെച്ചത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ വെച്ചത് ഈ വിക്സിൻ്റെ ഈ ഇൻഹേലറാണ്. ഇതിൽ എനിക്കും ഒരു മാർക്ക് കിട്ടി, ഓക്കും ഒരു മാർക്ക് കിട്ടി. അടുത്ത പറഞ്ഞു. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ വെച്ചത് ആർട്ട് ലൈനിൻ്റെ ഫിൻലൈൻ എന്ന് പറയുന്ന ഈ ഒരു പെന്നാണ് കേട്ടോ. ഇതിൽ എനിക്ക് മാർക്ക് കിട്ടി, അവർക്ക് മാർക്ക് കിട്ടി. ഞാൻ സെക്കൻഡ് റൗണ്ടിൽ വെച്ചത് ഈ മേക്കപ്പ് ബ്രഷാണ്. ഈ റൗണ്ടിൽ എനിക്കും ഓൾ തോറ്റ് എനിക്കൊരു മാർക്ക് കിട്ടി. അപ്പം എനിക്കിപ്പം 2 മാർക്കായി. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ വെച്ചത് ഇതായിരുന്നു. ഇതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ സ്പാനറോ? സ്ക്രൂഡ്രൈവറിന് ഞാൻ സ്പാനർ എന്ന് പറഞ്ഞ എൻ്റെ മാർക്ക് പോയി. ഇതായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓബ്ജക്റ്റ് കേട്ടോ. ഞാൻ പിന്നെ വെച്ചത് ഈ പെർഫ്യൂമേനും. ഇതിൽ എനിക്കും മാർക്കുണ്ട്, ഓക്കും മാർക്കുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ വെച്ചത് നമ്മളുടെ ഈ ഒരു ബ്ലഷ് ആയിരുന്നു കേട്ടോ. ഇൻസൈറ്റിൻ്റെ ബ്ലഷ് എന്ന് പറഞ്ഞ ബ്ലഷ് ആയിരുന്നു. ഷെയ്ഡ് നമ്പർ 5 ആണ് കേട്ടോ, സ്ട്രോബെറിൻ്റെ. ഓക്കെ, അപ്പോൾ ഐസിൻ്റെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ഈ ബബിൾ കം ഞാൻ ഗുളിക എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു സെക്കൻഡ് റൗണ്ട്, ഇത് തേർഡ് റൗണ്ട് ആയിരുന്നു, ഇത് 4th റൗണ്ട് ആയിരുന്നു. ഇതിലൊക്കെ എനിക്ക് എല്ലാത്തിലും എനിക്ക് ഓരോ മാർക്കുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ടോട്ടൽ 4 മാർക്കാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 4ാമത്തെ റൗണ്ടിൽ ഗ്ലൂട്ട തയ്യാർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളുടെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ തപ്പി കളിച്ച അപ്പം തന്നെ നമുക്ക് കിട്ടിയത് തെറ്റാണെന്നുള്ളത്. അപ്പം അതവിടെ ഗ്ലൂട്ട തൈലല്ലേ, ഗ്ലൂട്ട ഹിയാന്ന്. സോറി. അപ്പം ഇത്രയും ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഈ റൗണ്ടിൽ എടുത്തിട്ടുള്ളത്. ഞാൻ 4 ഒബ്ജക്റ്റും അവിടെ 4 ഒബ്ജക്റ്റും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എനിക്ക് 4 മാർക്ക്, എനിക്ക് ഇത്ര മാർക്ക് 3 അല്ലേ? എനിക്ക് 3 മാർക്കും അവർക്ക് 4 മാർക്കും ആണ്. അപ്പോൾ ഗൈസ്, ഈ ഇതിൽ വിന്നർ ആയിട്ടുള്ളത് ഞാനാണ്. പാർട്ട് 1 ഞാൻ കൊണ്ടുപോയെങ്കിലും പാർട്ട് 2 ഞാൻ കൊണ്ടുപോയി. കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത റൗണ്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 2 എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോറി, പാർട്ട് 3 എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.